ആനന്ദുരാജ് നാരായൺജി ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാരത്തിന് അധർവാണി ചികിത്സയുടെ ആചാര്യൻ ജോസ് ജേക്കബ് അർഹനായി. ഈ മാസം 15-ന് കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം കൈമാറും. മരുന്നുകൾ ഉപയോഗിക്കാതെ ശ്വസനക്രിയയുൾപ്പെടെ യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ ചികിത്സാ രീതി ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും പ്രചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് അവാർഡ് ലോക് ബന്ധു നാരായൺജി അവാർഡ് എന്ന് പറയുന്നത് അത് സംഘടന തരുന്ന ഒരു അവാർഡാണ്. കണ്ണൂർ വെച്ചാണ് അവരത് നമുക്ക് തരുന്നത്. മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് നമ്മൾ ഈ അവാർഡ് നമുക്ക് തരുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ കാലം ഇതിനെ ശ്രദ്ധിക്കാതിരുന്നൊരു അവസരം ഉണ്ടായിരുന്നു. ഇന്ന് ലോകം അതിനെ അംഗീകരിക്കുന്നു, ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. എനിക്ക് അവരോട് വളരെ സന്തോഷം മാത്രമല്ല അവരോട് കൃതാർത്ഥതയുണ്ട് ഇങ്ങനെ ഒരു അവാർഡ് തന്നതിന്. നിരവധി പക്ഷാഘാതം, മൈഗ്രെയിൻ, ആസ്മ, ഷുഗർ, കൊളസ്ട്രോൾ മുതൽ മാനസിക രോഗബാധിതരെ അധർവാണി ചികിത്സയിലൂടെ ജോസ് ജേക്കബ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാനസികമായി നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ജനം അല്ലെ ലോകം തന്നെ നമ്മളുടെ സിദ്ധാന്തം അംഗീകരിച്ചു എന്നുള്ളതാണ്. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈവൻ ഈ ബത്തേരിയിൽ ഈ ദിവസം ഉണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തം. അപ്പോൾ പ്രകൃതി ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് ആവിഷ്കരിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ജനങ്ങളുടെ പെരുമാറ്റങ്ങളായിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ നമ്മൾ ലയിപ്പിച്ച് കാണേണ്ടതുണ്ട്. അതിനൊരു ഉദാഹരണമാണ് രോഗം. രോഗം വന്നാൽ നമ്മൾ ഇന്നുള്ളത് ആധുനിക വൈദ്യശാസ്ത്രത്തിനാണ് ആശ്രയിക്കുന്നത്. ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചാൽ മറ്റൊരു രോഗം ഉണ്ടായി വരുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. പ്രകൃതി ഒരുക്കിയിട്ടുള്ള വിഭവങ്ങൾ വരെ സസ്യ ലതാദികൾ വരെ അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾ വരെ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. ആ തിരിച്ചറിവ് അവർക്കുണ്ട്, മനുഷ്യനിന്നായിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് പറയുന്നത് നമ്മളെ മാരകമായ ചില രോഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്ക് പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഭവമാണ് പ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നോനി എന്ന് പറഞ്ഞ ഒരു സസ്യം. അതിൻ്റെ പഴം കഴിച്ചാൽ ഈ ക്യാൻസറല്ല അതിൻ്റെ അപ്പുറം വരെയുള്ള കാര്യങ്ങൾ മാറിപ്പോകുമെന്ന് പറയണം. ഇത് ഈ പക്ഷികളും മൃഗങ്ങളും ഇത് പഴുത്തുന്ന കാലഘട്ടം വരെ കാത്തിരുന്നിട്ടും ഈ പഴം കഴിച്ച് പോയി രോഗം മാറ്റുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അറിവ് ഇല്ലാഞ്ഞിട്ടല്ല, അറിവെല്ലാവർക്കും ഉണ്ട്, ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അതാണ് ഇന്നത്തെ രോഗങ്ങളുടെ ആധിക്യത്തിൻ്റെ പ്രധാന കാരണം. ഈ ചികിത്സയെ ഒരിക്കലും വാണിജ്യവൽക്കരിക്കുവാൻ ജോസ് ജേക്കബ് തയ്യാറാകുന്നില്ലെന്ന പ്രത്യേകതയുണ്ട്. ആത്മീയമായ ഒരു തലം കൂടി ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനാൽ വാണിജ്യവൽക്കരണ മനോഭാവത്തോടെ പ്രവർത്തിച്ചാൽ ചികിത്സയ്ക്ക് ഫലപ്രാപ്തിയില്ലാതെ പോകുമെന്നും ഇദ്ദേഹം പറയുന്നു. ഷുഗർ അത് 78 യൂണിറ്റ് ഇൻസുലിൻ എടുത്തിരുന്നത് വരെ നിർത്തിയിട്ട് കൃത്യമായിട്ട് ഭക്ഷണവും മറ്റു കാര്യങ്ങളും കഴിച്ചു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് പലവരും ഞാൻ കൊണ്ടുവന്നു. എൻ്റെ തന്നെ കാര്യം എടുത്ത് എനിക്കുണ്ട് ഷുഗർ, ഹെഡിറ്ററി ആയിട്ട് കിട്ടിയതാണ്. എൻ്റെ അമ്മക്ക് ക്രോണിക്കായ ഷുഗർ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഷുഗറുണ്ട്. 50 യൂണിറ്റ് ഇൻസുലിനാണ് ഞാൻ എടുത്തിരുന്നത്. അത് ഇപ്പം ഞാൻ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അത് 24 യൂണിറ്റായി കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ പരിപൂർണമായിട്ടും ഈ ഷുഗർ ഞാൻ നിർത്തും, ഇൻസുലിൻ നിർത്തും. അത് നമുക്ക് സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണ് പ്രകൃതിയായിട്ട് ഇണങ്ങിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് എടുത്ത് ഞാൻ പറയേണ്ട ഒരു കാര്യം മധുമേഹം എന്നാണ് ഈ അധർവണി ക്രിയായോഗയിൽ അല്ലെ അധർവ വേദത്തിൽ പറയുന്നത്. ഷുഗറിനെ കുറിച്ച് പറയണ മധുമേഹം എന്ന് പറഞ്ഞാൽ മധുമേഹമുള്ള ഒരാൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് കഠിനാധ്വാനമാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇന്ന് ആധുനിക ശാസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും പുരോഗമിച്ച് യോഗകളും പുരോഗമിച്ച കാലഘട്ടത്തിൽ ഓരോ അവയവങ്ങളെയും ഫീൽ ചെയ്യിക്കാൻ വേണ്ടുന്ന യോഗകളുണ്ട്. ആ യോഗയും അല്പാധ്വാനം എന്ന് പറഞ്ഞാൽ നടക്കും.
പറയുകയാണെങ്കിൽ പരിപൂർണമായും നമുക്ക് ഈ ഇൻസുലിൻ എടുക്കൽ ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 50 യൂണിറ്റ് എടുത്ത് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. 50 യൂണിറ്റ് എടുത്തിരുന്ന ഇൻസുലിൻ ഇപ്പോൾ 24 യൂണിറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനെയും ഒരു 3 മാസത്തിനുള്ളിൽ പരിപൂർണമായിട്ട് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. പൗര ന്യൂസ് ബ്യൂറോ, ആലുവ. MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ BTech കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൌൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ്. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടയ്ക്കാട്ടുകര, ആലുവ.